ഇനി ഒരു സെഗ്മെൻറ്റ് കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്യുവറായിട്ട് ഇന്ത്യയിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പരമപ്രധാനമായിട്ടൊരു ലക്ഷ്യം. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺട്രീസ് എന്ന് പറയുന്നത് നേപ്പാൾ, അതേപോലെ തന്നെ ബംഗ്ലാദേശ്. എനിക്കറിയാം ഈ രണ്ട് രാജ്യങ്ങളും അത്ര ഒരു സാമ്പത്തികമായിട്ട് വലിയ രാജ്യങ്ങളല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യനെക്കാട്ടൊക്കെ വളരെ വളരെ കുറച്ച് താഴെ നിൽക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഇന്ത്യക്കാർ തന്നെയായിരിക്കും. കാരണം ഇവിടെയുള്ള കോളേജുകളൊക്കെ ഇന്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കോളേജുകളാണ്. ഈ കോളേജുകൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ കാറ്റർ ചെയ്യാനായിട്ട് തന്നെ ഈ ബോർഡേഴ്സിലാണ് അവർ വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇവിടെ പാലക്കാടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കോയമ്പത്തൂരും പാലക്കാടും തമ്മിൽ ഡിസ്റ്റൻസ് മിക്കവാറും പാലക്കാട് ബോർഡർ കഴിഞ്ഞുടനെ തന്നെയായിരിക്കും കുറേ പാലക്കാട് കോയമ്പത്തൂരിലെ കോളേജസ്. അതുപോലെ തന്നെ ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇങ്ങനത്തെ കോളേജുകൾ വെച്ചിട്ടുള്ളത്. ഇന്ത്യൻ കോളേജുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫേമസ് ആയിട്ട് മണിപ്പാൽ പോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെയാണ് ഇവരുടെ ബോർഡറിലുള്ളത്. ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റും കോളേജും പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സും അവിടുത്തെ പഠിപ്പിക്കുന്ന സിസ്റ്റവും എല്ലാം ഇന്ത്യൻ തന്നെയാണ്. ഇന്ത്യയിൽ നീറ്റ് എഴുതി വേണ്ട മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക് ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ, എസ്പെഷ്യലി ഈ പറയുന്ന യൂറോപ്പിലോ അല്ലെങ്കിൽ യൂറേഷ്യൻ രാജ്യങ്ങളിലോ റഷ്യയിലോ ചൈനയിലൊക്കെ പോയി പഠിക്കുന്നതിന് പകരമായിട്ട് ഈ രാജ്യങ്ങളിലെ ഇന്ത്യൻ സിലബസിൽ തന്നെ പഠിക്കാവുന്നതാണ്. ഇവരുടെ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഈ കുട്ടികളുടെ FMG പാസ് പെർസെൻറ്റേജ് വളരെ വളരെ ഹൈ ആണ്. ആക്ച്വലി ഒരു 80 to 85% ആണ് ഈ കുട്ടികൾക്കുള്ള പാസ് പെർസെൻറ്റേജ് കമ്പയർഡ് ടു 12% അഗ്രിഗേറ്റ് ഗ്ലോബലി. മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും കൂടുതൽ കുട്ടികൾ ഇന്ത്യയിൽ പരീക്ഷ എഴുതുമ്പം 12% ഫോറിൻ ഗ്രാജുവേറ്റ്സിനാണ് ഇന്ത്യയിലത്തെ ലൈസൻസിങ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളിലത്തെയും എഴുതുന്ന കുട്ടികൾക്ക് 80 to 85% പാസ് സക്സസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പക്ഷേ അവരുടെ ഈ പറയുന്ന ഡ്യൂറേഷൻ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലത്തെ എക്സാം എഴുതുമ്പോൾ FMG എക്സാം എഴുതുമ്പം അവർക്കത് പാസ്സാവാനുള്ള പെർസെൻറ്റേജ് ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഇന്ത്യയിൽ അവർക്ക് ലൈസൻസിങ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ അവർക്ക് ഹൗസ് സർജൻസിയായിട്ട് മുന്നോട്ട് പോവാം, അതിനുശേഷം അവർക്ക് അവരുടെ MD PG പഠനത്തിനായിട്ട് നീക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ തന്നെ പ്രാക്ടീസ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.